ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ഹോട്ടൽ സ്റ്റൈലിലുള്ള മീൻകറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിത് പത്തിരി, പൊറാട്ട, വെള്ളയപ്പം, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ഉഗ്രൻ രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കന് കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മീൻകറി ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. ഈ ചട്ടിയിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചെറുതൊന്ന് കട്ട് ചെയ്തൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ഉണക്കമുളകും അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു വലിയ തക്കാളി കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര വഴറ്റാൽ മതി, ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും ഓയിലിട്ടൊന്ന് ചൂടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത്ര വഴറ്റിയാൽ മതി. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ മീൻകറി റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക, ഒരു 3 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും അതുപോലെ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുക് ഉലുവൊക്കെ പൊട്ടിയതിന് ശേഷം തീ ഒന്ന് കുറച്ചതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിലേക്ക് നോർമൽ പുളിയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ. കറി ഇവിടെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയക്കുറ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ മീൻ കറിക്ക് പറ്റിയത് അത് ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചേർത്തതിന് ശേഷം ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം വെന്ത് നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് കഴിക്കാൻ, നാളേക്ക് കഴിക്കാൻ, അതുപോലെ ഇന്ന് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.